ഇന്ത്യ ചൈനയ്ക്കെതിരെ എസ്‌സിഒ മീറ്റിൽ ഒരു സുപ്രധാന നീക്കം നടത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പക്ഷേ ചൈനയ്ക്കെതിരെ എന്ന് ഇന്ത്യ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ ആ നീക്കം കണ്ടാൽ വാർത്ത വായിക്കുന്നവർക്കൊക്കെ മനസ്സിലാകും ചൈനയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ നീക്കമെന്ന്. എന്താണ് എസ്‌സിഒ മീറ്റിൽ ഇന്ത്യ പറഞ്ഞിരിക്കുന്ന കാര്യം? ഇതെങ്ങനെയാണ് ചൈനയെ ബാധിക്കുന്നത്? ഏഷ്യയിലെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ് SCO, സംഘായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. ഇതിനകത്ത് ഈ പ്രാവശ്യം സംഘടിപ്പിച്ചിരിക്കുന്നത് ചൈനയാണ്. ചൈനയിൽ വെച്ചാണ് നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അത് പാകിസ്ഥാനിൽ വെച്ചാണ്. നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ചൈന സംഘടിപ്പിക്കുന്ന 10ഓളം രാജ്യങ്ങളുടെ ഏഷ്യയിലെ രാജ്യങ്ങളാണ്. ഈ സബ്മിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സബ്മിറ്റിനകത്ത് വേണമെങ്കിൽ നമുക്ക് പങ്കെടുക്കാതിരിക്കാം. മാത്രമല്ല ഇതിന്റെ പ്രാധാന്യം ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അവിടെ മാത്രം ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പം അതിനകത്താണ് ഒരു പെൻ ബോംബ് ഇട്ടത് ഇന്ത്യ എന്ന് പറയേണ്ടി വരും. പെൻ ബോംബ് എന്ന് പറഞ്ഞാൽ ഈ സമ്മേളനം ആദ്യമേ അജിത് ഡോവലോടെ പോയിരുന്നു. അജിത് ഡോവൽ അന്ന് അവിടെ പോന്നപ്പോൾ അജിത് ഡോവലിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നുള്ള രീതിയിൽ ചൈന എടുത്ത് സംസാരിച്ചു. ഇരട്ടത്താപ്പൊന്നും വേണ്ട ഈ പറയുന്ന ഭീകരവാദത്തിനും തീവ്രവാദത്തിനും. ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ ഒന്ന് സംസാരിക്കും, ചൈനയുടെ കാര്യം വരുമ്പോൾ ഒന്ന് സംസാരിക്കും. ആ രീതിയിൽ പോകാൻ പറ്റത്തില്ല. എല്ലാ കാര്യങ്ങളും ഒരുപോലെ പറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് അജിത് ഡോവൽ ഇതിനു മുമ്പ് അവരുടെ ഒരു മീറ്റ് സുരക്ഷാ ഉപദേഷ്ടാമാരുടെ ഇതിനകത്ത് തന്നെ അവരുടെ ഒരു അത് വന്നപ്പോൾ പറഞ്ഞത് അത് ചർച്ച ചെയ്തത്. അപ്പൊ അതിനുശേഷമാണ് ഈ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയല്ല പ്രതിരോധ മന്ത്രി ഈ പറയുന്നത് പോലെ അദ്ദേഹം വരുന്നു. അവരുടെ മാത്രം മീറ്റ് നടക്കുന്നു. മീറ്റിന് ശേഷം ഒരു സംയുക്ത പ്രസ്താവനയുണ്ട്. അതായത് നമുക്ക് അറിയാമല്ലോ ഇതുപോലെ സമ്മേളനങ്ങൾ കഴിഞ്ഞിട്ട് സംയുക്തമായിട്ട് ലോകത്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ രാജ്യങ്ങളെല്ലാം അതിനകത്ത് ഈ കാര്യം അംഗീകരിക്കണം, ഒരു നല്ല കാര്യമാണെന്നുള്ള സംയുക്ത പ്രസ്താവന. അത് ഒരുപക്ഷെ ഇതിനകത്ത് ഈ ലോകസമാധാനവും തീവ്രവാദവും പാകരും മറ്റും ഒക്കെ ഉണ്ട്. പല രാജ്യങ്ങൾക്ക് അകത്ത് കടന്നു കയറ്റും. ഇതിനകത്ത് വായിച്ചു നോക്കിയിട്ട് ഒപ്പിടാൻ പേന എടുത്ത് കയ്യിൽ വെച്ചിരുന്ന നമ്മുടെ രാജ്നാഥ് സിംഗ് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിത്തെറിക്കുന്ന രീതിയിലേക്കാണ് വന്നത്. അതായത് പേന എടുത്ത് കൈ വെക്കുന്നു, വായിച്ചു നോക്കിയപ്പോൾ ഈ ലോകത്തിലെ ഭീകരവാദവും തീവ്രവാദവും അടവച്ചു ഇരിക്കുന്ന ചൈന ഉൾപ്പെടെയുള്ള രാജ്യത്തിനകത്തെ ബലൂചിസ്ഥാന്റെ കടന്നുകയറ്റവും അതിനകത്ത് ആഭ്യന്തര വിഷയവും ഒക്കെ ചർച്ച ചെയ്തപ്പോൾ ലോകത്ത് മൊത്തവും നമ്മൾ പറഞ്ഞ കാര്യം പഹൽഗാം ആക്രമണം അല്ലെങ്കിൽ മുണ്ടു മാറ്റി നോക്കി മതം തിരഞ്ഞ് കൊന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ആക്രമണത്തെ പറ്റി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, ഉൾപ്പെടത്തില്ല. പഹൽഗാം ഉൾപ്പെടുത്താതെ ഈ സംയുക്ത പ്രസ്താവനയ്ക്കകത്ത് ഇന്ത്യ ഒപ്പിടത്തില്ല. തീരുമാനമായി. ഇതിപ്പോ ഭയങ്കര ചർച്ചയായി. കാരണം ഈ സംയുക്ത പ്രസ്താവനയ്ക്കകത്ത് ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം ചൈനയുടെ ഭാഗമായിട്ടിരിക്കും എന്ന് പറഞ്ഞാലേ അതുകൊണ്ടൊരു കഥ പറയല, കൈ കാശുണ്ടെങ്കിൽ എല്ലാവരും വിധേയപ്പെട്ട് നിൽക്കും. അതായത് ബാക്കി 10ഓളം വരുന്ന രാജ്യങ്ങൾക്കകത്ത് ഇന്ത്യ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഇതുമാതിരി ഈ പഹൽഗാം ആക്രമണം ഉൾപ്പെടുത്താതിരുന്നിട്ട് പോലും കുഴപ്പമില്ല, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരു സംയുക്ത പ്രസ്താവന തയ്യാറാക്കിയപ്പോൾ അതിനകത്ത് ഒപ്പിടാൻ തയ്യാറാക്കിയപ്പോൾ ഒറ്റയാനായിട്ട് ഇന്ത്യ നിൽക്കുന്നത് ലോകത്തെ ചർച്ചയാ. ഏഷ്യയിൽ മാത്രം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഇപ്പം അമേരിക്കൻ മാധ്യമങ്ങള്, യൂറോപ്യൻ മാധ്യമങ്ങള്, മിഡിൽ ഈസ്റ്റ് മാധ്യമങ്ങള്, മറ്റെല്ലാ മാധ്യമങ്ങളും ഇന്ത്യ ഒപ്പിട്ടില്ല. എന്താണ് കാരണം? ചൈന ഒരു സംയുക്ത പ്രസ്താവന SCOയ്ക്കകത്ത് ഇന്ത്യ അല്ലെങ്കിൽ അത്തരത്തിൽ ഇന്ത്യ പങ്കെടുത്തിട്ട് അതിനകത്ത് അതൃപ്തി രേഖപ്പെടുത്തി ഒപ്പിടുന്ന ഒരവസ്ഥ ഉണ്ടായില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കാര്യം ഇന്ന് എല്ലായിടത്തും ചർച്ചയായി. അത്രയ്ക്ക് വലുപ്പമായി ഇന്ത്യക്ക്. കാരണം എങ്ങും ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു മീറ്റ് ഏഷ്യയിലെ മാധ്യമങ്ങൾ വേണമെങ്കിൽ പ്രാധാന്യം എടുക്കാം, അതിനും കാര്യമില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ കാര്യമായിട്ട് വരണ്ടാത്ത ഒരു സംവിധാനം, ആ സംവിധാനവും ആ മീറ്റും ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ചർച്ചയായി. അതാണ് ഇന്ത്യ. അപ്പൊ ഇത് UN-ലും ഇത്തരത്തിലാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. UN-ൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കാര്യങ്ങളില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങൾ വ്യക്തത വരുത്തി പറയുന്നുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ട് യോജിച്ചു പോകണം, അല്ലെങ്കിൽ ചൈനയ്ക്ക് ഇന്ത്യ എന്നും ശത്രുവായിട്ട് കാണാൻ പറ്റുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ചൈന ഇന്ത്യയായിട്ട് മത്സരിക്കുന്ന രാജ്യമാണ്, നമ്മൾ അതിർത്തിയില്ല. അപ്പൊ ഏതൊരവസരത്തിലും നമ്മളെ പണിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് പാകിസ്ഥാനെ ഇപ്പോഴും വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗം നിന്നുകൊണ്ട് തന്നെ അവരെ കുറ്റപ്പെടുത്തി പോകുന്നതിന് ചൈനയ്ക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് ഇത്രയും വലിയൊരു മീറ്റിനകത്ത് സംയുക്ത പ്രസ്താവനയിൽ കൂടി ഈ പറയുന്ന ചൈന അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെയൊന്നും അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു ഇന്ത്യ ഇന്നില്ല. പണ്ടത്തെ ചേരിചേരാ നയവും എന്തോ പറഞ്ഞാലും വായും പറ്റി അമ്പ്ര എന്ന് പറയുന്ന ഇന്ത്യയും ഇന്നില്ല. ഇന്ത്യക്ക് നിലപാടുണ്ട്. യുദ്ധം ചെയ്തപ്പോൾ പഹൽഗാമിനകത്ത് ഇന്ത്യക്ക് നിലപാടുണ്ടായിരുന്നു. ആര് പറഞ്ഞതൊക്കെ നമ്മൾ പറഞ്ഞു ഞങ്ങൾ തിരിച്ചടിക്കും. സിന്ധുവിന്റെ കാര്യത്തിൽ അതിനുശേഷം നയതന്ത്ര ബന്ധത്തിനകത്ത് ആര് പറഞ്ഞതൊക്കെയും
നമ്മൾ പറഞ്ഞു ഇതിനകത്ത് തീരുമാനത്തിനകത്ത് വ്യത്യാസം വന്നില്ല, ആരും പറയാനും വരുന്നില്ല. അപ്പൊ അത്തരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലയിലും, എക്കണോമിക്കലിയും പ്രതിരോധ സംവിധാനത്തിലും മറ്റ് കയറ്റുമതി ഇറക്കുമതി സംവിധാനത്തിലും മറ്റെല്ലാ രീതിയിലും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യ നമ്മൾ പരിശോധിക്കുമ്പോൾ ആരും കൂട്ടില്ല, ഒറ്റയ്ക്കാണ് നമ്മൾ വളരുന്നത്. നമ്മുടെ നയതന്ത്ര ബന്ധം ഇത്രയും ഊട്ടി ഉറപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ മാറ്റി നിർത്തിയിട്ട് രാജ്യങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, സ്നേഹം കൊണ്ടല്ല. അതുകൊണ്ടാണല്ലോ പഹൽഗാമിന് ശേഷം ഇവിടുത്തെ മുനീർ എന്ന് പറഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദ സംഘടനയുടെ ആളായിട്ടുള്ളവനെ വിളിച്ചുകൊണ്ട് പോയി ചായ കൊടുത്തു ട്രംപ്. നമ്മുടെ ആളാണ് പറയുന്നത്, മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഇപ്പൊ അടിക്കടി ഇന്ത്യക്കിട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നാൽ നേരിട്ട് കയറി അങ്ങ് പണിയാൻ പ്രാപ്തമായിട്ടില്ല, കാരണം നമ്മളെ കൊണ്ട് വലിയ കാര്യങ്ങളുണ്ട്. ചൈന നമ്മുടെ അടുത്ത് പല കരാറുകൾക്കും അല്ലെങ്കിൽ പല കച്ചവടങ്ങൾക്കും വരുന്നുണ്ട്. പക്ഷെ എന്നാലും പരുവം കിട്ടുമെന്ന് നമ്മളെ ആക്രമിക്കാൻ പറ്റും, അതായത് ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. ഇവിടെയെല്ലാം ഒറ്റയ്ക്ക് പൊരി നിൽക്കുന്ന ഒരു ഇന്ത്യയാണ്. അങ്ങനെ ഒറ്റയ്ക്ക് പൊരി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നത് ഒറ്റയ്ക്ക്. ആ തീരുമാനങ്ങൾ അംഗീകരിക്കുന്ന ഒരവസ്ഥ ലോകത്തുണ്ടാവുന്നത് ആ ഇന്ത്യയെ എതിർത്ത് പോയാൽ ആ ലോകരാജ്യങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ. ഇന്നലത്തെ SCOയ്ക്കകത്തെ സംയുക്ത പ്രസ്താവനയ്ക്കകത്ത് പഹൽഗാം ഉൾപ്പെടുത്താത്തതുകൊണ്ട് ഇന്ത്യ ഒപ്പിട്ടില്ല. അതൊരു ചരിത്ര നിമിഷമാണ്, അല്ലെങ്കിൽ ലോകം ചർച്ച ചെയ്യുന്ന നിമിഷമാണ്. അത്തരത്തിൽ ഇന്ത്യ ഒപ്പിടാത്തതുകൊണ്ട് SCO മീറ്റ് ഈ പറയുന്ന ചൈനയിൽ നടന്നതിനകത്ത് ചൈനയ്ക്ക് വലിയ പണി കിട്ടി. ഇന്ത്യ ചൈനയുടെ അകത്ത് ചെന്നിട്ട് ചൈനയുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ മീറ്റുകൾ അംഗീകരിക്കുന്ന ഒരവസ്ഥയിൽ, നിങ്ങൾക്കറിയാം G20 ഉച്ചകോടി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നടന്നു. റഷ്യ ഉക്രൈൻ വാർ അല്ലെങ്കിൽ പലതരം പ്രശ്നങ്ങൾ, അത് നമ്മളുമായിട്ട് ഒക്കെ പ്രശ്നമുണ്ട്. പല രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ട്, പാകിസ്ഥാനായിട്ട് പ്രശ്നമുണ്ട്. പക്ഷെ അതിനകത്ത് നമ്മൾ ഇവിടെ നടന്നതിനകത്ത് സംയുക്ത പ്രസ്താവന ഉണ്ടാക്കിയായിരുന്നു. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പായിട്ട് നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളെയും കൂട്ടി യോജിപ്പിച്ച് അന്ന് G20 സംയുക്തമായിട്ട് പ്രസ്താവന ഇറക്കി. അത്തരത്തിൽ ഇന്ത്യക്ക് അത്രയ്ക്ക് ആ നയതന്ത്രം ഇന്ത്യ കാണിച്ചു കൊടുത്തു. അപ്പം ഒരു നയതന്ത്രവും ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ ആരെയും അംഗീകരിച്ച് പോകുന്ന ഒരവസ്ഥയില്ല. അത് ഏത് മീറ്റ് ആയാലും, G20 ആയാലും കൊള്ളാം, SCO മീറ്റ് ആയാലും കൊള്ളാം, മറ്റേത് മീറ്റ് ആയാലും കൊള്ളാം, UN ആയാലും കൊള്ളാം, നമ്മുടെ താല്പര്യങ്ങൾ നമ്മൾ സംരക്ഷിക്കുന്ന ഒരവസ്ഥയുണ്ട്. അല്ലാതെ പോകുന്ന ഒരു ഇന്ത്യ ഇന്നില്ല എന്ന് ലോകം വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ഇതിനകത്ത് നിൽക്കുന്നത്. അതായത് ചൈനയിൽ പെൻ ബോംബ്, നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ പേനാത്തുമ്പിൽ നിന്ന് ഒരു ബോംബ് പൊട്ടിച്ചു, അല്ലെങ്കിൽ പേനാത്തുമ്പിൽ ഒരു ബോംബ് പൊട്ടിച്ചു എന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ലോകം ചർച്ച ചെയ്യുന്നത്. ഇപ്പം ഇത്തരത്തിൽ ഒരു പെൻ ബോംബ്, അതായത് ഇപ്പം ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ പെൻ ബോംബ് ഇട്ടു ചൈനയിൽ. അതായത് പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ഈ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ നമ്മുടെ ഒരു സബ്മിറ്റിൽ ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമിക്കൽ ഗ്രോത്തിന് രണ്ടാമതായിട്ട് നിൽക്കുന്ന രാജ്യമായിട്ടുള്ളതും, അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനത്തിൽ ഏറ്റവും വലുതായിട്ടുള്ളൂ, മാനുഫാക്ചറിംഗിൽ ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ളത്, ഫാക്ടറി ഹബ് എന്നൊക്കെ പറയുന്ന ചൈന, ആ ചൈനയെ വെല്ലുവിളിച്ചുകൊണ്ട് മറ്റ് സഖ്യമായിട്ടുള്ള രാജ്യങ്ങൾക്കൊന്നും കഴിയാത്ത, അല്ലെങ്കിൽ SCOയ്ക്കകത്തുള്ള മറ്റ് രാജ്യങ്ങൾ ഈ പറയുന്ന സംയുക്ത പ്രസ്താവനയ്ക്കകത്ത് പഞ്ചപൂച്ചമടക്കി ഒപ്പിടാൻ നിന്നപ്പോൾ നമ്മളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതിരിക്കുകയും പഹൽഗാം ഉൾപ്പെടുത്താതിരിക്കുകയും ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പാകിസ്ഥാനകത്ത ഭാഗം നിന്ന് സംസാരിക്കുകയും ചെയ്യുന്ന ഈ പറയുന്ന പ്രസ്താവനയ്ക്കകത്ത് ഒപ്പിടാൻ പറ്റത്തില്ല എന്ന് ഇന്ത്യ മഹാരാജ്യം ഉറപ്പിച്ച് പറയുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ലോകത്ത്, ഏഷ്യയിൽ പോലും ചർച്ചയാവണ്ടാത്തുള്ള ഒരു മീറ്റ് SCO ലോകം ചർച്ച ചെയ്യുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അമേരിക്കയും യൂറോപ്പും മിഡിൽ ഈസ്റ്റും അല്ലെങ്കിൽ ലോക രാജ്യങ്ങളുടെ മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്ത് ചർച്ച ചെയ്യുന്നു എന്നാണ് നമ്മൾക്കിപ്പം മനസ്സിലാവുന്നത്.